Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമുക്ക് വരുന്ന ആഴ്ചയിൽ മാർക്കറ്റിൻ്റെ ഒരു ഔട്ട്ലുക്ക് നമുക്ക് നോക്കാം. നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോയി ഒന്ന് അനലൈസ് ചെയ്യാം. കൂടാതെ നമുക്ക് ഒന്ന് രണ്ട് സ്റ്റോക്കുകൾ നമുക്ക് ചാർട്ടിലോട്ട് പോയിട്ട് എൻട്രി ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ നിഫ്റ്റിയുടെ ചാർട്ടിലോട്ട് വരാം. നിഫ്റ്റി കഴിഞ്ഞ ദിവസം ഒരു 150 പോയിന്റിൻ്റെ ഒരു റാലി ആയിരുന്നു നിഫ്റ്റിയിൽ ഉണ്ടായിരുന്നത്. നമുക്ക് ചാർട്ടിലോട്ട് പോവാം. ചാർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഓൾ ടൈം ഹൈനോട് അടുത്ത് നിഫ്റ്റി ഇങ്ങനെ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ വലിയൊരു താഴത്തോട്ടും പോകുന്നില്ല, എന്നാൽ മേലോട്ടും പോകുന്നില്ല എന്ന രീതിയിലുള്ള ഒരു കൺസോൾട്ടേഷനാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഞാനിങ്ങനെ വരഞ്ഞിട്ടുണ്ട്. നമുക്കൊരു 2 hour ക്യാനൊക്കെ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് കാണില്ല. ആ ഒരു ട്രെൻഡ് ലൈൻ കറക്റ്റായിട്ട് റെസ്പെക്ട് ചെയ്തിട്ട് ഒരു എത്ര തവണ 2-3 തവണ 1 2 3 4ാമത്തെ തവണയാണ് ആ റേഞ്ച് വന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മേലെ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് എങ്ങനെയും നോക്കുകയാണെങ്കിൽ ഒരു 1 hour ക്യാനിലൊക്കെ ഈ ഒരു ഹൈൻ്റെ മേലെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ നമുക്ക് വീണ്ടും ഒരു മൂവ്മെൻറ്റം കിട്ടാനുള്ള സാധ്യത ഉണ്ട്. അവസാനത്തെ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 26,050 എന്നുള്ള റേഞ്ച് ബ്രേക്ക് ചെയ്ത് മിക്കവാറും നാളെ അങ്ങനെ ആയിരിക്കും ഓപ്പൺ ആവുക. നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റിയൊക്കെ കാണുമ്പോൾ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് നാളെ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മിക്കവാറും 26,000 മുകളിൽ ഓപ്പണായി മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലത്. അതല്ല 26,000 അടുത്ത് ഓപ്പൺ ആയിട്ട് അവിടെ നിന്നൊരു സെല്ലിങ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും ഈ താഴത്തോട്ട് തന്നെ വന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്കൊരു കൺഫർമേഷൻ 26,050 മുകളിൽ നിഫ്റ്റി സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് നല്ലൊരു മൂവ്മെൻറ്റ് നിഫ്റ്റിയിൽ കാണാനുള്ള സാധ്യത ഉണ്ട്. പറയാൻ കാരണം ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്ന് സസ്റ്റെയിൻ ചെയ്യുന്നുണ്ട്. കൂടാണ്ട് നമുക്ക് ഈ അവസാനത്തെ ഒരു സിംഗ് ഹൈ കൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെറിയൊരു ടെക്നിക്കലി നമുക്ക് നോക്കുമ്പോൾ ഒരു ബുള്ളിഷ് ആയിട്ടുള്ളൊരു ചാർട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ഇത് അതുപോലെ തന്നെ ഒരു ഡബിൾ ബോട്ടമാണ് അല്ലേ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നിഫ്റ്റി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുന്ന് താഴത്തോട്ട് വന്നു, അതിനുശേഷം നമ്മൾ പറഞ്ഞ ആ ഒരു റേഞ്ച് റെസിസ്റ്റൻസായി വീണ്ടും താഴത്തോട്ട് വന്നു, വീണ്ടും മേലോട്ട് പോയി അതേ റേഞ്ചിന് റെസിസ്റ്റൻസ് ആയി, പിന്നെ വീണ്ടും അതേ റേഞ്ചാണ്. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്തിട്ടില്ല. ഏകദേശം എക്സാക്റ്റ് അതേ റേഞ്ചിൽ തന്നെയാണ് വീണ്ടും മേലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ അതാണ് പറഞ്ഞാൽ നമ്മൾ ഈ ഒരു റേഞ്ച് ബ്രേക്ക് ചെയ്ത് ഒന്ന് റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് നിഫ്റ്റിയിൽ ഒരു മൂവ്മെൻറ്റം കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഈ രീതിയിൽ നമ്മൾ വിചാരിച്ച പോലെ പോവുകയാണെങ്കിൽ അതല്ല ഇവിടെ വന്നിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വരാനും പറയാൻ പറ്റില്ല. 26,050 ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് പോകാനും സാധ്യത ഉണ്ട്. അതൊക്കെ നമുക്ക് ചാർട്ടൊക്കെ നോക്കിയിട്ട് നമുക്ക് നാളെ മാർക്കറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അനലൈസ് ചെയ്യാം. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് പോവാം. സ്മോൾ ക്യാപ്പിൻ്റെ ചാർട്ടിലോട്ട് വന്നാലും നമുക്കൊരു ഡെയിലി ചാർട്ട് എടുക്കാം. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡബിൾ ബോട്ടം ഒരു ക്രിയേറ്റ് ചെയ്തിട്ട് മേലോട്ട് പോകുന്ന ഒരു സിറ്റുവേഷനാണ് നമ്മുടെ സ്മോൾ ക്യാപ്പിലും കാണുന്നത്. സ്മോൾ ക്യാപ്പിൽ നമുക്കൊരു 1 hour ചാർട്ടൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊരു 3 തവണ ഈ റേഞ്ചിൽ നിന്ന് ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ട ഈ റേഞ്ചിൽ നിന്ന് നല്ല രീതിയിൽ ഇവിടുന്ന് ഒരു ബൈയിങ് വന്നു, മേലെ പോയി വീണ്ടും താഴത്തോട്ട് വന്നു, അതേ റേഞ്ചിൽ തന്നെ വന്നു. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, പക്ഷേ സസ്റ്റെയിൻ ചെയ്യാണ്ട് താഴത്തോട്ട് വന്നു, വീണ്ടും അതേ റേഞ്ചിലോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമുക്ക് സ്മോൾ ക്യാപ്പ് ആണെങ്കിലും ഈ ഒരു റേഞ്ച് നമുക്കൊന്ന് വാച്ച് ചെയ്യണം. 17,430 40 എന്നുള്ള 17,440 എന്നുള്ള റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അവിടെ വന്നിട്ട് ഇതിനു മുമ്പ് നമുക്ക് റിവേഴ്സലായതാണ്. അപ്പോൾ അത് വീണ്ടും ആ റേഞ്ചിലോട്ട് വന്നിട്ട് റിവേഴ്സലാവുന്നുണ്ടോ നമുക്കൊന്ന് നോക്കണം. ആ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്മോൾ ക്യാപ്പിൽ നമുക്ക് ഇവിടുന്ന് റിവേഴ്സിൽ പോലെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു ഡബിൾ ബോട്ടം ക്രിയേറ്റ് ചെയ്തിട്ട് സ്മോൾ ക്യാപ്പിൽ നമുക്കൊരു മൂവ്മെൻറ്റ്, കാരണം കഴിഞ്ഞ 2 ദിവസം നോക്കുകയാണെങ്കിൽ കമ്പയർ ടു കുറച്ച് ദിവസത്തെ ക്യാൻഡിൽ അനുസരിച്ച് അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ 2 ദിവസം നമുക്ക് വോളിയൊക്കെ കയറി വരുന്നുണ്ട് സ്മോൾ ക്യാപ്പിൽ. പിന്നെ കൂടാണ്ട് ക്രിസ്മസ് വരികയാണ്. ക്രിസ്മസിനോടനുബന്ധിച്ച് ഒരു റാലി നമ്മുടെ മാർക്കറ്റിൽ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. കൂടാണ്ട് ഇപ്പോൾ FIS കഴിഞ്ഞ 3 ദിവസമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബൈയിങ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് എത്ര നാൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് ബൈ ചെയ്യുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ആഴ്ചയിൽ എല്ലാ ദിവസവും ബൈ ചെയ്തില്ലെങ്കിലും ഒരു 3-4 ദിവസമൊക്കെ ബൈ ചെയ്ത് ചില ദിവസങ്ങൾ സെല്ല് ചെയ്താലും നമുക്ക് വിഷയമല്ല. അന്നേരം മാർക്കറ്റ് മുകളിലോട്ട് പോകും. കാരണം നല്ലൊരു ബൈയിങ് വന്നാലാണ് ഈ സ്മോൾ ക്യാപ് സ്റ്റോക്കുകളിലൊക്കെ ഒരു മൂവ്മെൻറ്റും കിട്ടുള്ളൂ. കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല, അതാണ് മെയിനായിട്ടുള്ള ഒരു പ്രശ്നം. പിന്നെ റുപ്പിയുടെ ഡിപ്രിസിയേഷനൊക്കെ ഒരു ഫാക്ടറാണ് ഇതിൽ നോക്കുകയാണെങ്കിൽ. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്യാം നാളെ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത്. കൂടാണ്ട് നമുക്കൊരു 2 സ്റ്റോക്കുകളുടെ ചാർട്ടും കൂടി ഒന്ന് അനലൈസ് ചെയ്യാം. ആദ്യത്തെ ഒരു സ്റ്റോക്ക് RR കബീൽ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ ഒരു സ്റ്റോക്ക് കഴിഞ്ഞ ദിവസം ഒരു 4% അതിൻ്റെ അടുത്തൊരു മൂവ്മെൻറ്റ് തന്നിരുന്നു. കൂടാണ്ട് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ ഒരു നല്ലൊരു റെസിസ്റ്റൻസ് ബ്രേക്ക് ഔട്ടും കൂടിയാണ്. താഴത്തോട്ട് പോയ സ്റ്റോക്കാണ്, അതിനുശേഷം പതുക്കെ റിക്കവർ ആയിട്ട്
ഒരു 3-4 തവണ ഈ റേഞ്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. കഴിഞ്ഞ റിസൾട്ടൊക്കെ നല്ലതായിരുന്നു. ഒരു 1523 ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. കഴിഞ്ഞ ദിവസമാണെങ്കിൽ നല്ലൊരു വോളിയത്തോടുള്ള ഒരു ക്യാൻഡിലും ഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ റേഞ്ച് ബ്രേക്ക് ചെയ്തിട്ടില്ല. കാരണം 1-2 തവണ ആ റേഞ്ചിൽ നിന്ന് റിവേഴ്സൽ ആയതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ റേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്ത് സസ്റ്റെയിൻ ചെയ്താൽ മാത്രമാണ് നമുക്ക് ചിലപ്പോൾ നല്ല ചെറിയൊരു ടാർഗറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അച്ചീവ് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൻ്റെ എൻട്രി ഞാൻ നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സ്റ്റോക്കിൻ്റെ എൻട്രി ട്രിഗർ ആയിട്ടില്ല. കാരണം ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 1487 എന്നുള്ള റേഞ്ചിലാണ്. നമ്മുടെ റേഞ്ചിലോട്ട് വരണമെങ്കിൽ ഇനിയും ഒരു 10-40 പോയിന്റിൻ്റെ അടുത്ത് വരാനുണ്ട്. അപ്പോൾ നമുക്ക് ആ റേഞ്ചിലോട്ട് എത്തുമ്പോൾ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ ഇതിൻ്റെ ടാർഗറ്റും സ്റ്റോപ്പ് ലോസും അപ്ഡേറ്റ് ചെയ്യാം. നമ്മൾ പറയുന്നത് ബൈസൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് നമ്മളൊരു എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ. നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ റേഞ്ചിൽ നിന്ന് മേടിച്ചോ എന്നൊക്കെ പറയുന്നത്. അല്ലാണ്ട് നമ്മൾ റിയൽ മണി വെച്ച് ട്രേഡ് ചെയ്യരുത് എന്നാണ് നമ്മൾ പറയാറ് എപ്പോഴും. കാരണം നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറുടെ സമീപിച്ചിട്ട് അവരുടെ ഒപ്പീനിയനൊക്കെ നോക്കിയിട്ട് നിങ്ങൾ എൻട്രി എടുക്കുക. നമ്മളിങ്ങനെ ജസ്റ്റ് വന്ന് പറയുന്നു എന്നുള്ളൂ. കാരണം ഈ ടെക്നിക്കൽ അനാലിസിസ് വെച്ചിട്ട് ഈ രീതിയിലൊക്കെ എൻട്രി എടുക്കുക എന്നുള്ള ഒരു എഡ്യൂക്കേഷൻ വീഡിയോ മാത്രമാണ്. അപ്പോൾ നിങ്ങൾ ആ രീതിയിൽ മാത്രം വാച്ച് ചെയ്യാൻ ശ്രമിക്കുക. കാരണം നമ്മൾ ഇതിന് മുമ്പ് ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് പ്രശ്നമായതാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ എഡ്യൂക്കേഷൻ വീഡിയോസ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സ്റ്റോക്ക് നിങ്ങൾക്ക് വാച്ച് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു സ്റ്റോക്ക് നോക്കാം. രണ്ടാമത്തെ സ്റ്റോക്ക് ഗ്ലെൻമാർക്ക് ഫാർമസ്യൂട്ടിക്കൽ ലിമിറ്റഡ് ആണ്. ഈ ഒരു സ്റ്റോക്കാണെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു പെർസെൻറ്റേജിൻ്റെ മുകളിൽ 2% അടുത്ത് ഈ ഒരു സ്റ്റോക്കും ഒരു മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. നമുക്കിതിലേക്കൊരു ചാർട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ചാർട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. കാരണം ഇതിൻ്റെ ഈ റേഞ്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു അല്ലേ? ഈ റേഞ്ച് നല്ലൊരു ബ്രേക്ക് ഔട്ട് ആയിരുന്നു. ഏകദേശം ആ റേഞ്ച് നല്ല രീതിയിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം വീക്ക്ലി ക്യാൻഡിൽ നല്ല രീതിയിൽ മേലോട്ട് പോയി, വീണ്ടും സ്റ്റോക്ക് താഴത്തോട്ട് വന്നു, വീണ്ടും മേലോട്ട് പോയി. പക്ഷേ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തിട്ട് ഈ ബ്രേക്ക് ചെയ്താലാണ് നമുക്ക് നല്ലൊരു സ്ട്രെങ്ത് കാണാൻ പറ്റുള്ളൂ. അതിനുശേഷം വീണ്ടും സ്റ്റോക്ക് ഇവിടുന്ന് ഞാനൊന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടി വരയ്ക്കാം. പൊതുവെ നമ്മൾ ഇങ്ങനത്തെ മെയിൻ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയങ്ങളിൽ ആ റേഞ്ച് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്ക് ഇവിടുന്നാണ് നല്ല ബ്രേക്ക് ഔട്ട് തന്നത്. ഈ റേഞ്ച് ഇവിടുന്നാണ് നല്ലൊരു ബ്രേക്ക് ഔട്ട് തന്നത്. അപ്പോൾ അതേ റേഞ്ചിനെ റീടെസ്റ്റ് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് നല്ലൊരു മേലോട്ട് പോയി സ്റ്റോക്ക് വീണ്ടും താഴത്തോട്ട് വന്ന് ഈ റേഞ്ചിലോട്ട് വന്നില്ല. ഏകദേശം അതിൻ്റെ അടുത്തോട് വന്നിട്ട് വീണ്ടും മേലോട്ട് പോകാൻ ശ്രമിച്ചെങ്കിലും പോയില്ല. കാരണം ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യണം, എന്നാലാണ് നമുക്കിതിൽ വീണ്ടും സ്ട്രെങ്ത് ഉണ്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. പക്ഷേ വീണ്ടും ആ റേഞ്ചിലോട്ട് പോകാണ്ട് തന്നെ ഇവിടുന്ന് റിവേഴ്സലായി അതേ എക്സാക്ട്ലി നമ്മൾ ആ ബ്രേക്ക് ഔട്ട് റേഞ്ചിന് അടുത്ത് വന്നിട്ട് റീടെസ്റ്റ് നടത്തി കുറച്ച് നാളത്തെ ഒരു 2, 4, 5 ഒരു 5 ആഴ്ച ഒരു മാസത്തിന് മുകളിൽ ഈ റേഞ്ച് കൺസോളിഡേറ്റ് ചെയ്തു. അതിനുശേഷം സ്റ്റോക്ക് പോകുമ്പോൾ നമുക്കറിയാം ഈ റേഞ്ച് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേലോട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ തന്നെ നമുക്കിതിലേക്ക് ഒരു എൻട്രി നോക്കാം. ഞാൻ ഡെയിലി ചാർട്ടിലോട്ട് മാറ്റാം. ഇപ്പോൾ ഡെയിലി ചാർട്ടിലോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് ഒരു എൻട്രി ഈ റേഞ്ചിൽ നിന്ന് തന്നെ നമുക്ക് എടുക്കാം. ഈ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഈ ഒരു സ്വിംഗ് ലോൻ്റെ താഴെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. 1940 എന്നുള്ള റേഞ്ച് നമുക്ക് സ്റ്റോപ്പ് ലോസ് വെക്കാം. ഞാൻ എൻട്രി ഒന്നുകൂടി കറക്റ്റായിട്ട് പറയാം. ഈ റേഞ്ചിൻ്റെ മുകളിൽ എൻട്രി എടുത്താൽ മതി. ഇപ്പം ഇന്നത്തെ ക്യാൻഡിൽ ഈ റേഞ്ചിൻ്റെ മുകളിൽ നമുക്ക് എൻട്രി എടുക്കാം. ഒരു 1993 എന്നുള്ള റേഞ്ച് നമുക്ക് എൻട്രി എടുക്കാം. അപ്പോൾ ഏകദേശം എൻട്രി റേഞ്ചാണ്. നാളെ എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുകയെന്ന് അറിയില്ല. ചിലപ്പോൾ താഴത്തൊക്കെ ഓപ്പൺ ആയിട്ട് ഇവിടുന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു എൻട്രി ആയിരിക്കും. നമുക്ക് ടാർഗറ്റായിട്ട് ഏകദേശം ഒരു 2085 എന്നുള്ള റേഞ്ച് നമുക്ക് ടാർഗറ്റായിട്ട് വെക്കാവുന്നതാണ്. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നമുക്ക് നോക്കാം. ഇത് ഫസ്റ്റ് ടാർഗറ്റ് ആണ്. സ്റ്റോപ്പ് ലോസ് നമ്മൾ 1940 പറയുന്നത്. എൻട്രി 1993. ഇപ്പോൾ 1992 ട്രേഡ് ചെയ്യുന്നത്. ജസ്റ്റ് ഒരു പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. നല്ലൊരു ക്ലോസിംഗ് ആണ് കഴിഞ്ഞ ദിവസം കിട്ടിയത്. അപ്പോൾ നമുക്ക് നാളെ എങ്ങനെയായിരിക്കും ട്രേഡ്? ഇതിൻ്റെ മേലെ ഓപ്പൺ ആയിട്ട് മേലോട്ട് പോകുകയാണെങ്കിൽ നമുക്ക് എൻട്രി ഇല്ല. ഇതേ റേഞ്ചിൻ്റെ അടുത്തൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യണം. 1, 2, 3 പോയിന്റിൻ്റെ വ്യത്യാസത്തിൽ ട്രേഡ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ ഒരു മണിക്കൂറൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ സസ്റ്റെയിൻ ചെയ്യണം. നമുക്ക് ധൈര്യമായിട്ട് തന്നെ എൻട്രി കൺസിഡർ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ 2 സ്റ്റോക്കുകൾ നിങ്ങൾക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. അതിൻ്റെ മൂവ്മെൻ്റ് ഒക്കെ നോക്കാം. പേപ്പർ ട്രേഡൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. മാർക്കറ്റ് പോസിറ്റീവ് ഒക്കെ ആവുകയാണെങ്കിൽ നമുക്ക് വീണ്ടും നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. കാരണം കഴിഞ്ഞ ദിവസമാണ് ഞാൻ അധികം വീഡിയോ ചെയ്തിട്ടില്ല. കാരണം മാർക്കറ്റിൻ്റെ ഒരു വോളറ്റാലിറ്റിയും
ഒരു മൂവ്മെൻ്റ് ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് നമ്മളത് ഈ വീഡിയോ ചെയ്യാണ്ടിരിക്കുന്നത്. നമ്മളെപ്പോഴും പറയാറുള്ള പോലെ തന്നെയാണ്, നാളെ നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ള അറിയില്ല. മാർക്കറ്റൊക്കെ ഓപ്പൺ ആയതിനു ശേഷം നല്ല ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസും നല്ല സ്റ്റോക്കുകളൊക്കെ മൂവ് ചെയ്യുകയാണ്, നമുക്ക് നല്ല റേഞ്ചുകളിലൊക്കെ ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമ്മൾ നാളെയും വീഡിയോ ഇട്ട് വരുന്നതാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അതുപോലെ വീഡിയോ കാണുന്നവരെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്